നമസ്കാരം. ഇന്ത്യൻ വ്യവസായ ഭീമൻ ഗൗതം അദാനിക്ക് മേൽ കുരുക്കുമുറുക്കി അമേരിക്കയുടെ നീക്കം. ഗൗതം അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ നോട്ടീസ് അയച്ചു. പാർലമെന്റിൽ വിഷയം ശക്തമായി ഉന്നയിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സൗരോർജ്ജ വൈദ്യുതി കരാർ ലഭിക്കാൻ 2200 കോടി രൂപ കൈക്കൂലി നൽകിയെന്ന കേസിലാണ് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ നടപടി. അദാനി ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഗൗതം അദാനിക്കും അനന്തരവനും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സാഗർ അദാനിക്കും SEC ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചതായി വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. 21 ദിവസത്തിനകം ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇരുവരുടെയും അഹമ്മദാബാദിലെ വസതിയിലേക്കാണ് നോട്ടീസ് എത്തിയത്. ആരോപണങ്ങളിൽ 21 ദിവസത്തിനകം മറുപടി നൽകണം, ഇല്ലെങ്കിൽ കേസ് തീർപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങും. കോടതിയിലും മറുപടി നൽകേണ്ടി വരുമെന്നാണ് നിർദ്ദേശം. അതേസമയം നടപടിയോട് അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചിട്ടില്ല. കേസിൽ അന്വേഷണ ഏജൻസിയായ FBI ഇരുവരുമടക്കം 8 പേർക്കെതിരെ US കോടതിയിൽ കുറ്റപത്രം നൽകിയിരുന്നു. അതേസമയം മഹാരാഷ്ട്രയിലെ തോൽവി കാര്യമാക്കാതെ നാളെ തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിലുടനീളം കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് വിഷയം ആയുധമാക്കും. നിലവിൽ രാഹുൽ ഗാന്ധി മാത്രമാണ് വിഷയം സജീവമായി ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളോടും വിഷയത്തിൽ പിന്തുണ വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും. കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളുമായി അടക്കം അദാനി കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അഴിമതിക്കാരനെങ്കിൽ എന്തിന് കരാറിൽ ഏർപ്പെട്ടെന്നുമാണ് BJPയുടെ ചോദ്യം. വിദേശ ശക്തികളുടെ നിർദ്ദേശമനുസരിച്ചാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞിരുന്നു. ഈ വാദത്തിലൂന്നിയായിരിക്കും BJP പ്രതിരോധം. അദാനി ഗ്രീൻ എനർജി കമ്പനി ഉൽപ്പാദിപ്പിച്ച സൗരോർജ്ജം ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, തമിഴ്നാട്, ജമ്മു കശ്മീർ എന്നീ സംസ്ഥാനങ്ങൾ ഉയർന്ന വിലയ്ക്ക് വാങ്ങാനായി ഉന്നതർക്ക് കൈക്കൂലി നൽകിയെന്നാണ് കേസ്. കുറ്റപത്രത്തിന്മേൽ ഒരു കോടതിയും ഉത്തരവ് പുറപ്പെടുവിച്ചില്ല. US അഴിമതി വിരുദ്ധ നിയമവുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളേണ്ട നിയമപരമായ കാര്യങ്ങൾ ഫെബ്രുവരിയിൽ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഗൗതം അദാനിക്കെതിരെ കൈക്കൂലി, വഞ്ചന എന്നീ കുറ്റങ്ങൾക്ക് US കുറ്റപത്രം സമർപ്പിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പുതിയ ഹർജിയും എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കോർപ്പറേറ്റ് ഭീമന്റെ ഓഹരികളിൽ കൃത്രിമം ആരോപിക്കുന്ന അദാനി ഹിൻഡൻബർഗ് തർക്കത്തിലെ ഹർജികളിൽ ഇടക്കാല അപേക്ഷയായി അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് പുതിയ ഹർജി സമർപ്പിച്ചത്. അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ വലിയ നഷ്ടത്തിലുമാണ്. കഴിഞ്ഞ വർഷം അദാനിക്കെതിരെ പുറത്തുവന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട്, കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്കയിൽ തുടങ്ങിയ നിയമ നടപടി എന്നിവയ്ക്ക് ശേഷം നിക്ഷേപകർക്കുണ്ടായ നഷ്ടം 7 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ജനുവരി 23 അദാനിക്കെതിരായി ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വരുന്നതിന്റെ തലേ ദിവസം അദാനി ഗ്രൂപ്പിലെ 10 ഓഹരികളുടെ ആകെ വിപണി മൂല്യം 19.24 ലക്ഷമായിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ അദാനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അദാനി ഗ്രൂപ്പിന്റെ വിപണി മൂല്യം 12.24 ലക്ഷം കോടി രൂപയായി കുറഞ്ഞു. നവംബർ 21 തീയതി മാത്രം നിക്ഷേപകരുടെ ആകെ നഷ്ടം 2.2 ലക്ഷം കോടി രൂപയാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് ശേഷം അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഉണ്ടായ ഇടിവ് ക്രമേണ തിരിച്ചുപിടിക്കാൻ ഓഹരികൾക്കായി. ഈ വർഷം ജൂൺ 3 ആയപ്പോഴേക്കും അദാനി ഓഹരികളുടെ ആകെ വിപണി മൂല്യം 19.42 ലക്ഷം കോടിയായി. ഇതിനിടെ സെബി ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നതോടെ വീണ്ടും ഇടിവുണ്ടായി. ആഗോളതലത്തിൽ ഓഹരികളിലെ ഇടിവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നിക്ഷേപം പിൻവലിക്കുകയും കൂടി ചെയ്തതോടെ ഇന്ത്യൻ ഓഹരി വിപണികളിൽ ഉണ്ടായ ഇടിവ് അദാനി ഗ്രൂപ്പ് ഓഹരികളെ പ്രതികൂലമായി ബാധിച്ചു. നവംബർ 19 ആയപ്പോഴേക്കും അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ ആകെ മൂല്യം 14.49 ലക്ഷം കോടിയായി കുറഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയിൽ നിന്നുള്ള നിയമ നടപടികൾ കൂടി ആയതോടെ അദാനി ഓഹരികൾ തകർന്നടിഞ്ഞു.